ഹലോ ഗൈസ്, നമ്മളിന്ന് അമ്പുടൂൻ്റെ ചോറൂണിന് വേണ്ടി വന്നതാണ്. രാവിലെ 6 മണിക്കുള്ള ട്രെയിന് നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് കയറിയത്. ഇതിപ്പോൾ പാലക്കാട് ജംഗ്ഷനാണ്. ഇത് പാലക്കാട് സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ഇത് പാലക്കാട് നേരെ പഴനിയിലോട്ടാണ്. അവിടെ നമ്മളൊരു വൈകുന്നേരം 6:30 ആകുമ്പോൾ ചെല്ലും. അമ്മയും അമ്പുടവും കൂടെ വരുന്നുണ്ട്. അമ്പുടു കുറച്ച് അലമ്പാണ്. രാവിലെ എണീറ്റുകൊണ്ട് അവനൊരു ഇതുണ്ട്. പാലക്കാട് നമ്മൾ പഴനിക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുവാണ്. MGR ചെന്നൈ സെൻട്രൽ ട്രെയിനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സ്ലീപ്പറിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ട്രെയിനാണ്. ബാത്റൂം ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പഴനിയിലോട്ടാണ് ഇനി പോകുന്നത്. നമുക്ക് പഴനി ചെന്നിട്ട് കാണാവേ. നമ്മളിപ്പോൾ പാലക്കാട് നിന്ന് കയറി ജസ്റ്റ് പഴനിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുതിരവണ്ടിയുണ്ട്, ഓട്ടോയുണ്ട്, നമുക്ക് എന്ത് വേണേലും പോകാം. പിന്നെ 10 രൂപ കൊടുത്ത് അടിവാരത്തേക്ക് ബസ്സുണ്ട്. നമ്മൾ ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു അമ്പലം കണ്ടു. സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഓൾറെഡി ഒരു ബസ് പോയി. വാവയുള്ളതുകൊണ്ട് നമുക്ക് ആ ബസ്സിൽ കയറാൻ പറ്റിയില്ല. അതാണ് അക്ഷയേട്ടനും അമ്പുടു വാവേ. അവിടെ അച്ഛനും അമ്മയും നിന്ന് സംസാരിക്കുന്നുണ്ട് ബസ്സിൽ പോകുന്ന കാര്യങ്ങൾ. ഇതച്ഛൻ, ഇതമ്മ, ഇതക്ഷയേട്ടൻ. ഇതാണ് രോഹിത്ത്. ഇവൻ എൻ്റെ ബ്രദറാണ് ഗൈസ്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നു. ഇത് വിശാഖ്. ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. നാളെ അമ്പുടൂൻ്റെ ചോറൂണാണ് ഗൈസ്, എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതെൻ്റെ ഒരേ ഒരാങ്ങള. ചിരിക്കണം. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. തിരക്ക് കുറവാ, നമുക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ടുള്ള ഗൈസ്. ഇതാണ് നമുക്ക് പഴനിയിലോട്ട് പോകാനുള്ള ബസ്. ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. ബാക്കിയെല്ലാവരും ഇരുന്നു. നമ്മളിപ്പോൾ ബസ്സിൽ കയറി. ഇത് അവിടുത്തെ ഒരു ഫേമസ് അമ്പലം തോന്നുന്നത്. ഏത് അമ്പലമാണെന്ന് അറിയത്തില്ല, കാരണം എനിക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തോ ഒരു പ്രസിദ്ധമായ അമ്പലമാണ്. അമ്പുടൂനെ കണ്ട? അതച്ഛൻ. ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഈ ഡ്രൈവർ ചേട്ടൻ ഇതുവരെ ഈ കണ്ടക്ടർ ചേട്ടൻ ഇതുവരെ കയറിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറും പോയി. അങ്ങനെ അടിവാരത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ദണ്ഡപാണി നിലയം. ഇത് ദേവസ്വത്തിൻ്റെ റൂമുകളാണ് ഇവിടെ ഉള്ളത്. കോട്ടേജ് മുറികൾ ബുക്കിംഗ് ആണ്. നമുക്ക് പോയി ഇവിടെ റൂമുണ്ടോ എന്ന് തിരക്കി വരാം. ആ പോകുന്നത് മിട്ടുവാണ്. കൊച്ചിൻ്റെ ടർക്കി എടുത്ത തലേനിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വെളുപ്പിനെ 3:30 എഴുന്നേറ്റ് മുട്ടയടിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അച്ഛനാണെങ്കിൽ അമ്പുടൂനെ മടിയിലെത്തിയേക്കുന്നത്. അമ്പുടു അപ്പോൾ എല്ലായിടത്തും നോക്കുന്നുണ്ട് ഇവരെന്തുവായി ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന് എടുത്തു കേട്ടോ. പൂപ്പിയുടെ പാട്ട് കേൾക്കുമ്പോൾ അവൻ ഇരുന്ന് തരും. പിന്നെ അമ്പുടൂൻ്റെ ഫുള്ള് മുട്ടയടിക്കുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവൻ ഇച്ചിരി ബഹളമായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയതുകൊണ്ടേ. അപ്പോൾ നോക്കുവാണേ. പൂപ്പിയുടെ പാട്ടിട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഇവിടെ മുട്ടപ്പാസ് ഫ്രീ ആണ്. ദേവസ്വത്തിൻ്റെ ആണ് മുട്ട അടിക്കുന്നെങ്കിലും, പക്ഷെ അവർ പൈസ ചോദിച്ചു. 100 രൂപ പതിവാണ്, പക്ഷേ 19 രൂപയുടെ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അമ്പുടൂൻ്റെ അടിച്ചു കഴിഞ്ഞു. അമ്പുടു ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ അച്ഛൻ അടിക്കുന്നുണ്ട്. അപ്പം മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇപ്പം റൂമിലോട്ട് നടക്കുക. ഇനി നമ്മൾ പുറത്തുനിന്നാണ് ചന്ദനം തേക്കേണ്ടത്. അതായത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അവിടെ കാണുന്നതാണ് പഴനിമല. നമ്മൾ താമസിച്ച ബ്ലോക്ക് അതാണ്, കുടുംബൻ നിലയം. അവരെല്ലാവരും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ മെയിൻ എൻട്രൻസ് ഇറങ്ങി പുറത്ത് ചെല്ലും. പുറത്ത് ചെന്നിട്ട് കുഞ്ഞിൻ്റെ തലയിൽ ചന്ദനം തേക്കണം. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ചിന് തൊലി കളയാൻ അങ്ങോട്ട് പോയി. അമ്മയ്ക്ക് രാവിലെ ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് ഗൈസ്. ഇപ്പോൾ അമ്പുടൂനെ തലയിൽ ചന്ദനം തേച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടനെ കണ്ടു കേട്ടോ ചന്ദനം തേക്കുന്നത്. ചേട്ടൻ വന്ന് തേച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അമ്പുടു ഇങ്ങനെ നോക്കുവാണേ ചേട്ടൻ എന്തോ എൻ്റെ തലയെ കാണിക്കുന്നതെന്ന്.
അങ്ങനെ ചന്ദനം തേച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഒരു കുറിയും കൂടെ ആ ചേട്ടൻ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായില്ലേ അമ്പലൂനെ കാണാൻ. അപ്പോൾ നമ്മൾ ചോറൂണ്, നമുക്ക് ഫോൺ അലോഡ് അല്ലായിരുന്നു അകത്തോട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോറൂണിൻ്റെ വീഡിയോ ഒരു ചേട്ടൻ്റെ ഫോണിൽ നിന്ന് എടുപ്പിച്ചതാണ്. ചോറൂണിൻ്റെ വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ചോറ് ഒരു പായസമായിരുന്നു കേട്ടോ. അതവൻ കഴിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, അലമ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചവൻ. അപ്പോൾ വായ വെച്ചുള്ളപ്പോൾ മുഖത്ത് എക്സ്പ്രഷനൊക്കെ മാറി. അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ പഴനി ട്രെയിൻ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. അമൃത എക്സ്പ്രസ് ആണ് ട്രെയിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം അമ്മ പാവനിട്ട് കളിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അമ്പടൂന് ചോറൂണ് കഴിഞ്ഞ് പഴനി വിടുവാണ്. ട്രെയിൻ വരാൻ 6:25 അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് S നമ്പർ 5. നല്ല സ്ഥലം കേട്ടോ. നല്ല ഇവിടെ നമ്മൾ 2 ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നല്ല കാമായിട്ടുള്ള ഏരിയയാണ് ഇത്. നമ്മൾ പഴനിയിൽ നിന്ന് മേടിച്ചതാണേ. 100 രൂപയായി. 100 രൂപയ്ക്ക് ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുറത്തിറങ്ങിയപ്പോൾ 150-ന് 2 പീസുള്ളത് അറിയുന്നത്. നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. മലപ്പുറത്തുള്ള കുറച്ച് മലയാളീസ് നടത്തുന്ന കടയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അച്ഛനും അമ്പടും അവിടെ നിൽപ്പുണ്ട്. അമ്പടും മുട്ടയടിച്ചപ്പോൾ അച്ഛനും മുട്ടയടിച്ചു. അപ്പോൾ ദേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ജനറലിൽ പോകാൻ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് പോകാൻ ഏതായാലും നോക്കണം. പിന്നെ നമ്മൾ ഈ ട്രെയിൻ കയറി ഏതായാലും എറണാകുളത്താണ് ഇറങ്ങുന്നത്. എറണാകുളത്ത് നിന്ന് പിന്നെ ആലപ്പുഴയിലോട്ടുള്ള ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല, കാരണം ഇപ്പം നല്ല ക്ഷീണമുണ്ട്. ചിലപ്പോൾ ട്രെയിൻ കയറി ഉറങ്ങിപ്പോയും ചിലപ്പോൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.